വാഗമൺ ഇതുവരെ കാണാത്തൊരു സ്ഥലങ്ങളിലാണ് ഗൈസ് ഞങ്ങളിപ്പോൾ. നമുക്കിന്നൊരു വെറൈറ്റി ഒരു യാത്ര പോയാലോ, ഇടുക്കി ജില്ലയിലെ ഒരു ഹിഡൻ സ്പോട്ടിലോട്ട്. ഇത് വാഗമൺ ഉപ്പുതറയിലാണ് ഈ ഹിഡൻ സ്പോട്ട് സ്ഥിതി ചെയ്യുന്നത്. അവിചാരിതമായിട്ടാണ് ഈ സ്ഥലത്തെക്കുറിച്ച് അറിയുന്നത്. ഒരുപാട് യൂട്യൂബുകളിലൊന്നും നോക്കിയിട്ടൊന്നും ഈ സ്ഥലത്തെക്കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻസും കിട്ടിയില്ല. ഞാനിത് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് പോലും ഞാൻ യൂട്യൂബിലും അവിടെ ഇവിടെയൊക്കെ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് പോലും എനിക്കൊരു ഇൻഫർമേഷൻ പോലും ലഭിച്ചില്ല. ഇപ്പോൾ വാഗമണ്ണ് ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. കാര്യട്ടോപ്പ്. ഇത് ഇരാറ്റുപേട്ടയിൽ നിന്ന് വാഗമൺ റൂട്ടാണ്, ഇരാറ്റുപേട്ട വാഗമൺ റോഡ്. ഇപ്പോൾ വാഗമൺ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. സൈഡിൽ ചെങ്കുത്തായ കൊക്കയാണ്, വലിയ കൊക്കകളാണ്. നല്ലൊരു വൈവാണ് ഇതിലോട്ടുള്ളൊരു യാത്ര. ചെറിയ രീതിയിലുള്ള ചാറ്റൽ മഴയുണ്ട്. നല്ല രസം എന്ന് വെച്ചാൽ അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഈ റോഡിലുള്ള യാത്ര. അതുപോലെ തന്നെ അപകടം നിറഞ്ഞിരിക്കുന്നൊരു വഴിയും കൂടിയാണിത്. ഒരുപാട് ആക്സിഡൻറ്റ് നടന്നേക്കുന്നൊരു വഴിയും കൂടിയാണിത്. ഇതിലൂടെയൊക്കെ KSRTCയിലൊക്കെ യാത്ര ചെയ്യണം, വേറൊരു പ്രത്യേക വൈവാണ്. ഇന്ന് പിന്നെ ഒരു അവധി ദിവസമാണ്. അവധി ദിവസമായതുകൊണ്ട് ഭയങ്കര തിരക്കായിരിക്കും. തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് വണ്ടികൾ വരുന്നതാണ്. ഒരുപാട് ബസ് ഇഷ്ടം പോലെ ബസ്സാണ് വരുന്നത് തമിഴ്നാട്ടിൽ നിന്നൊക്കെ. നല്ലൊരു കോട്ടയം ജില്ലയിലും ഇടുക്കി ജില്ലയിലുമായിട്ടാണ് ഈ വാഗമൺ സ്ഥിതി ചെയ്യുന്നത്. ഇതൊക്കെ കോട്ടയം ജില്ലയുടെ ഭാഗമാണ്. പറഞ്ഞു തീർന്നില്ല, അതിന് മുന്നേ തന്നെ നമ്മുടെ ബ്ലോക്ക് തുടങ്ങിയിരിക്കുകയാണ്. അന്യായ ബ്ലോക്ക് എന്ന് വെച്ചാൽ അന്യായ ബ്ലോക്ക്. സാധാരണ ഈ ബ്ലോക്കൊക്കെ നമ്മൾ കാണുന്നത് മൂന്നാറിലൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ വാഗമണ്ണിലേക്കൊക്കെ ബ്ലോക്ക് വന്നേക്കുവാണ്. അവധി ദിവസങ്ങളിലൊന്നും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും പോകാൻ മേലാത്ത അവസ്ഥയാണ്. നമ്മളിപ്പം 2 വീലർ ആയതുകൊണ്ട് മാത്രമാണ് നമുക്ക് പോകാൻ സാധിക്കുന്നത്. വല്ല കാറോ വല്ലതും ആയിരുന്നെങ്കിൽ ഇപ്പോൾ പെട്ടുപോയേനെ. അതുപോലെ ബ്ലോക്ക് എന്ന് വെച്ചാൽ അതുപോലെ കിലോമീറ്ററുകളോളമാണ് ബ്ലോക്ക് കിടക്കുന്നത്. ഇത് കണ്ടോ ബ്ലോക്ക് നോക്കിയേ. ഇപ്പം തീരും എന്നോർത്തുകൊണ്ട് പോവുകയാണ്. ഇത് തീരുന്ന ലക്ഷണമില്ലെന്നാണ് തോന്നുന്നത്. അന്യായ ബ്ലോക്ക് എന്ന് വെച്ചാൽ അന്യായ ബ്ലോക്ക്. ഭയങ്കര മുടിഞ്ഞ ബ്ലോക്ക്. എല്ലാം ബ്ലോക്കല്ലേ. ബസ് വരുന്നുണ്ട്. ബ്ലോക്ക് തീരുന്നേ ഇല്ലല്ലോ. മുടിഞ്ഞ ബ്ലോക്ക്. ഗൈസ് പെട്ടുപോയി ഗൈസ്. ഭയങ്കര മഴ. ഇതാണ് വിൻഡിവാക്ക് ട്രെക്കിങ്. ആക്ച്വലി ഞങ്ങൾ ഈ ട്രെക്കിങ്ങിന് വേണ്ടി വന്നതാണ്. പക്ഷേ സമയം കഴിഞ്ഞു പോയി. 3 മണി വരെയാണ് ലാസ്റ്റ് സമയം. 9 മണി, 7 മണി, 8 മണി, 9 മണി, 10 മണി, 3 മണി, ഇങ്ങനെ 4 സ്ലോട്ടായിട്ടാണ് പോകാൻ പറ്റുന്നത്. ആന ഇറങ്ങുന്ന കാട്ടിക്കൂടെയുള്ള ട്രെക്കിങ്ങാണ്. അടിപൊളി എക്സ്പീരിയൻസ്, അടിപൊളിയാണ്. പക്ഷേ സമയം കഴിഞ്ഞു പോയി. അപ്പോൾ അടുത്തൊരു പാറ കണ്ടു. ആ പാറയിൽ പോയി കുറച്ചു കാഴ്ചകൾ കാണാമെന്ന് വിചാരിച്ചു. ഇതാണ് ആ പാറയിലെ കാഴ്ചകൾ. ഇന്ന് ഞങ്ങൾ കല്ലേറ്റുപാറ ലക്ഷ്യമാക്കി പോകുന്ന വഴിക്കൊരു ചായക്കട കണ്ടു. ഈ തണുപ്പത്ത് ചായ കുടിക്കാൻ നല്ല രസമാണ്. അങ്ങനെ അടിപൊളി ഒരു ചായയൊക്കെ കിട്ടി. ചായ ഈ തണുപ്പത്ത് കുടിക്കാൻ ഭയങ്കര രസമാണ്. ആ ചായയെല്ലാം കുടിച്ച്
ബ്ലോക്കായിരുന്നു. വരുന്നുണ്ട് 2 days ആയിട്ടാണ്. പൊതുവെ ദിവസങ്ങൾ വന്നാൽ മതി. പൊതു ദിവസങ്ങൾ തിരക്ക് കൂടുതലാണ്. ഈ ഗൂഗിൾ മാപ്പ് നോക്കി പോകുമ്പോൾ പലപ്പോഴും പണി കിട്ടാറുണ്ട്. അങ്ങനെ പണി കിട്ടിയാണ് ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ അവിടെ വടംവലി. പിന്നെ കുറേ നേരം നോക്കി നിന്നിട്ടാണ് പോകാൻ സാധിച്ചത്. ഓണത്തിൻ്റെ സമയം കൂടെ ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ വെള്ളച്ചാട്ടം ലക്ഷ്യമാക്കി പോവുകയാണ്. ഇതങ്ങനെ ഫൈനലി ആ വെള്ളച്ചാട്ടത്തിലെത്തിയിരിക്കുകയാണ്. ഇത് കീഴുകാനം ഫോറസ്റ്റിൻ്റെ ഏരിയയാണ്. ഇടുക്കി വൈൽഡ് ലൈഫ് സെഞ്ച്വറിയുടെ ഭാഗമാണ്. ഇതാണ് വെള്ളച്ചാട്ടം. അടിപൊളി വെള്ളച്ചാട്ടം, അടിപൊളി വെള്ളച്ചാട്ടം. ഈ വെള്ളച്ചാട്ടത്തിനെക്കുറിച്ച് ഞാൻ കുറേ അന്വേഷിച്ചു, പക്ഷേ ഒരിടത്തും ഒരു ഇൻഫർമേഷനും കിട്ടുന്നില്ല. ഇതൊരു ഹിഡൻ സ്പോട്ടാണ്. എല്ലാവരും വരണം, അടിപൊളിയാണ്, നല്ല സേഫാണ്, ഒരു പ്രശ്നം പോലുമില്ല. ആന ഇറങ്ങുന്ന ഒരു സ്ഥലമൊക്കെയാണ്. അവിടെ സൈഡുകളിലെല്ലാം ഫെൻസിങ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് 1 കിലോമീറ്റർ കൂടെ പോകുമ്പോഴത്തേന് ഒരു ഫോറസ്റ്റ് ഏരിയയാണ്. അവിടെ ഒരു ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ട്. പിന്നെ ട്രൈബൽ ഏരിയാസാണ്. അതൊക്കെ റെസ്ട്രിക്റ്റഡ് ഏരിയയാണ്, അങ്ങോട്ടൊന്നും പ്രവേശനമില്ല. പക്ഷേ ബസ്സൊക്കെ പോകുന്നുണ്ട്, അടിപൊളിയാണ്. ഞങ്ങളുടെ ഇടുക്കി ജില്ലയിലെ ഉപ്പുവെള്ളത്തിന് അടുത്തുള്ള ഉപ്പുതറയ്ക്ക് അടുത്തുള്ള